ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന പോലെ ഒരു റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള ഗ്രിൽഡ് ചിക്കനാണ് തയ്യാറാക്കുന്നത്. ഞങ്ങൾ ഒരുപാട് പേര് കൂടിയിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രിപ്പയർഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഒന്നുമല്ല. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ നേരത്തെ തന്നെ കഴുകിയിട്ട് വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. 26 ചിക്കൻ്റെ പീസ് വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. 2 വലിയ സവാള ഇതുപോലെ മീഡിയം സൈസിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 3 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 15 അല്ലെങ്കിൽ 20 എണ്ണം വരെയൊക്കെ പച്ചമുളക്, പിന്നെ അത്ര തന്നെ നമ്മൾ ഇഞ്ചി കൂടെ എടുത്തിട്ട് ഒന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. ഇങ്ങനെ അരച്ചെടുത്തതിൽ പിന്നീടുള്ള മസാലകളിലാണ് അത് റെഡ് ചിക്കനായിട്ടും ഗ്രീൻ ചിക്കനൊക്കെ ആയിട്ടും മാറ്റുന്നത്. അപ്പോൾ ഈ ഒരു പേസ്റ്റ് 2 ചിക്കനിലേക്കുള്ള കോമൺ ആയിട്ടുള്ള മസാലയാണ്. ആദ്യം ഈ മിക്സിയുടെ ജാറിൽ ഗ്രീൻ ചിക്കന് വേണ്ടിയിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും കൂടി മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അധികം വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ നമ്മൾ മൈലാഞ്ചിയൊക്കെ അരക്കുന്ന ഒരു പരുവത്തിലാക്കിയിട്ട് അരച്ചെടുത്തിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതേ ജാറിൽ തന്നെ ഇട്ടിട്ടാണ് അടുത്തുള്ള മസാല കൂടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഉള്ളിയും വലിയ ഉള്ളിയും അതുപോലെ ഇഞ്ചി കാര്യങ്ങളൊക്കെ, അതെല്ലാം ഇട്ടിട്ട് ഒരുമിച്ച് പേസ്റ്റാക്കി മാറ്റുകയാണ്. അതിലേക്ക് കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടെ ചേർക്കുന്നുണ്ട്. വിനാഗിരി പറഞ്ഞാൽ സുർക്ക എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ. ഈ ഒരു വിനാഗിരി കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തൈര് കൂടെ ചേർക്കണം. ഇത് കുറച്ചൊന്ന് അരച്ചതിന് ശേഷം മാത്രം കുറച്ച് തൈര് കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കിയാൽ മതി. മിക്സിലേക്ക് 1/2 കപ്പോളം സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഉള്ളിയൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയ ഈ ഒരു മിക്സ് നമ്മൾ രണ്ടാക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്യണം. ഇതിലിപ്പോൾ കറിവേപ്പ് കൂട്ടി അരച്ചിട്ടുള്ള ഒരു ഗ്രീൻ കളർ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ രണ്ടാക്കി മാറ്റിയ മിക്സിൽ നിന്നും ഒന്നിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു മല്ലിയിലയുടെയും പുതിനയിലയുടെയും ഒക്കെ മിക്സ് കൂടെ ചേർക്കണം. ഇതാണ് ഗ്രീൻ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണോളം ഗരം മസാലയുടെ പൊടി കൂടെ ചേർക്കണം. പിന്നെ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടി കൂടെ ചേർക്കണം. 2 ടീസ്പൂണോളം തന്നെ ചേർത്താൽ മതി. എന്നിട്ട് അതിലേക്ക് ആവശ്യമായുള്ള ഉപ്പ് കൂടെ ചേർത്താൽ ഈ മസാല റെഡിയായി. അപ്പോൾ തൈരും വിനാഗിരിയൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ ഒരുപാട് ഉപ്പ് വേണ്ടി വരും. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ട് 2 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചിക്കന് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഒന്ന് വരിഞ്ഞ് കൊടുത്തിട്ടുണ്ട്, എന്നാൽ മാത്രമേ മസാല പിടിക്കുള്ളൂ. പിന്നെ കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത്രത്തോളം സമയം നിൽക്കുന്നതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് മസാല പിടിക്കും. അപ്പോൾ ഓരോരുത്തരുടെ സാഹചര്യത്തിനനുസരിച്ച് വെക്കുക. ഞങ്ങളിപ്പോൾ 2 മണിക്കൂറൊക്കെ സമയം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രീൻ ചിക്കനുള്ള ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി റെഡ് ചിക്കനുള്ളത് കൂടെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇത് 2 ചെറിയ തക്കാളി അരച്ചെടുത്തതാണ്. മിക്സിയിൽ വെച്ചിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തതാണ്. അപ്പോൾ നമ്മൾ ആദ്യം അരച്ചെടുത്ത ഉള്ളിയൊക്കെ ചേർത്തുള്ളൊരു മിക്സ് ഉണ്ടായിരുന്നല്ലോ, അതിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് അരമുറി നാരങ്ങയുടെ നീര് കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട്. അത് വീഡിയോയിൽ സ്കിപ്പായി പോയതാണ്, അതുകൊണ്ടാണ് വീഡിയോയിൽ കാണാത്തത്. അതുകൂടെ ചേർത്തിട്ട് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ സാധാരണ ഗ്രിൽഡ് ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന അതേ റെസിപ്പി തന്നെയാണ്. പ്രത്യേകിച്ച് ഇതിൽ ഒരു തക്കാളി കൂടെ അടിച്ച് ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ആ ഒരു തക്കാളിയുടെ പുളിയും കിട്ടും, പിന്നെ ഒരു റെഡ് കളർ കൂടെ കിട്ടും. അപ്പം ഞാനിതിൽ മാരിനേറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി, അതുകൊണ്ടാണ് ഇതിൽ ചേർക്കാത്തത്. അപ്പോൾ ചിക്കനൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച സമയം കൊണ്ട് ഇത് ഉണ്ടാക്കാനുള്ള അടുപ്പൊക്കെ ഒന്ന് കൂട്ടുകയാണ്. അപ്പോൾ ഇങ്ങനെ വലിയൊരു കമ്പി വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. നെറ്റ് പോലെയുള്ളൊരു കമ്പി വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ ഒരുമിച്ച് ഒരു സമയം കൊണ്ട് തന്നെ ആവുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള കനൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഉണങ്ങിയ ഇലയും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് കത്തിച്ചത്.
കുറച്ച് സമയം കത്താൻ വേണ്ടിയിട്ട് ചിരട്ടയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ചിരട്ടാകുമ്പോൾ കുറച്ചധികം സമയം കനലൊക്കെ നിൽക്കും. പിന്നെ ഇതിൽ വേറൊരു കരി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതുപോലെ നമ്മൾ വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതായിരുന്നു. ചൂളൊക്കെ വെച്ചിട്ട് കത്തിച്ചുണ്ടാക്കിയ വിറകൊക്കെ വെച്ചിട്ട് കത്തിച്ചുണ്ടാക്കിയ കരി കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫാനൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ തീയൊക്കെ റെഡിയാക്കുന്നത് കേട്ടോ. ഇപ്പോൾ അതിലേക്ക് കരി ഇട്ട് കൊടുത്ത് മേലക്കിലേക്ക് തീ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നെറ്റൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വലിയ നെറ്റാകുമ്പോൾ നമുക്ക് ഒരേ സമയം തന്നെ ഒരുപാട് എണ്ണ അങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും. സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന ഒരു നെറ്റുണ്ടല്ലോ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതുമേലാകുമ്പോൾ 2-3 പീസൊക്കെ പോവുള്ളൂ, അല്ലെങ്കിൽ മാക്സിമം പോയൊരു 4 പീസൊക്കെ പോവുള്ളൂ. ഇതാകുമ്പോൾ ഒരുമിച്ച് തന്നെ തീരും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള നെറ്റ് ഉപയോഗിച്ചത്. അപ്പോൾ ഈ നെറ്റൊക്കെ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനൊക്കെ നെറ്റിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ നിരത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഗ്രീൻ ചിക്കനും റെഡ് ചിക്കനും ഓരോ പാർട്ടായിട്ട് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. രണ്ടും 2 ഭാഗത്തായിട്ടാണ് വെച്ച് കൊടുത്തുള്ളത്. അപ്പോൾ കാണാനൊരു ഭംഗിയായി, അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത്. പിന്നെ രണ്ടിൻ്റെയും ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് അറിയാനുള്ളൊരു ആകാംക്ഷ കൂടിയായിരുന്നു. പിന്നെ 2 കളറിലുള്ള ചിക്കനായപ്പോൾ 2 ടീമായിട്ടൊക്കെയാണ് പിന്നീടുള്ള കുക്കിംഗ് ഒക്കെ ഉണ്ടായിട്ടുള്ളത്. നമ്മളെല്ലാവരും ഒരുമിച്ചാകുമ്പോൾ അതുതന്നെ ഒരു പ്രത്യേക രസമാണല്ലോ, എല്ലാവരും കൂടി കുക്ക് ചെയ്യുക, എല്ലാവരും കൂടി കഴിക്കൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു ഈ ഒരു ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ. ഈ ഒരു കനലിൽ കിടന്നിട്ട് ഒരു 10 മിനിറ്റിൻ്റെ ഒരു വേവൊക്കെ വരുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ടൊന്ന് മറിച്ചിട്ടിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഫാനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫാൻ വെക്കുകയെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഈസി ആയിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടുമായിരുന്നു. അപ്പോൾ കനലിൽ കിടന്ന് വേവുന്ന സമയത്തിന് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. രണ്ടും ആ ഒരു പുതിനയുടെ സ്മെല്ലൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയമായപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് മറിച്ചിടുകയാണ്. പിന്നെ കനലിൽ തന്നെ ഒരു സൈഡിലേക്ക് മാത്രം കനൽ വരുന്ന ഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് മാറ്റിയിടുകയാണ്. അപ്പോൾ ഇത് മറിച്ചിടുന്നതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ഇത്തിരി ഓയിൽ കൂടെ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ പീസും ഇങ്ങനെ മറിച്ചിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിക്കണം. മറ്റേ ഭാഗം കൂടെ വേവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. പിന്നെ അധികം തൂക്കമൊന്നുമില്ലാത്ത ചെറിയ ചിക്കനായിരുന്നു, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം വലിയ മൂപ്പില്ലാത്തൊരു ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വെന്ത് കിട്ടിയതിന് ശേഷം പിന്നെ ഞങ്ങൾ തട്ടിലേക്കൊക്കെ മാറ്റി ഒരുമിച്ചിരുന്ന് തന്നെയാണ് കഴിച്ചത്. അതിലേക്ക് വൈറ്റ് സോസും പിന്നെ ഒരു ടൊമാറ്റോ സോസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റെഡ് ആൻഡ് ഗ്രീൻ ചിക്കനിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഗ്രീൻ ചിക്കൻ തന്നെയാണ്. പക്ഷെ കാണാനൊന്നും കൂടെ ഭംഗിയായിട്ട് തോന്നുന്നത് റെഡ് ചിക്കനാണ്. നമ്മൾ ഫോട്ടോയിലൊക്കെ എടുക്കുമ്പോഴും ആ ഒരു കളറ് കൂടുതലായിട്ട് കാണുന്നത് റെഡ് ചിക്കൻ തന്നെയാണ്. ഇതിപ്പോൾ രണ്ടും കൂടെ മിക്സാക്കി വെച്ചിട്ടും അങ്ങനെ അത് ഗ്രില്ലായി കഴിഞ്ഞതിന് ശേഷം നമുക്കങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാനൊന്നും കഴിയണില്ല. അപ്പോൾ റെഡ് ചിക്കനും ഗ്രീൻ ചിക്കനും നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഗ്രീൻ ചിക്കൻ ഇതുവരെ അങ്ങനെ ഗ്രില്ല് ചെയ്ത് കഴിച്ചിട്ടില്ല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഒന്നും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയത്. പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഒരു വെറൈറ്റി ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് പ്രത്യേക രസമായിട്ട് പോകുക നിമിഷങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നൊരു സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തെന്നുള്ളൂ, പ്രത്യേകിച്ച് പ്രിപ്പറേഷനോട് കൂടി എടുത്തതൊന്നുമല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ഫാൾട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.